എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരും എന്നോട് പല ആവർത്തി ആവശ്യപ്പെടുന്നുണ്ട്, ഇന്ത്യൻ എയർഫോഴ്സിൽ എന്ത് മാറ്റമാണ് ഈ അടുത്ത കാലത്ത് വരാൻ പോകുന്നു, ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇന്നും എയർ വാർഫെയർ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഈ ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ അത്രമാത്രം സ്റ്റെൽത്ത് സംഭവമൊന്നും ഇപ്പോഴും ആയിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ അതൊക്കെ ഉണ്ടാകാം. പക്ഷേ അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ്, ജെറ്റ് എയർക്രാഫ്റ്റ് തന്നെയാണ് ഇപ്പോഴും വളരെ വെൽ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഉക്രൈൻ റഷ്യ വാർ ആണെങ്കിൽ കാണാം, ഇസ്രായേൽ വേഴ്സസ് ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഇറാൻ. കാരണം ഏറ്റവും കൂടുതൽ ഈ ഡ്രോൺ ഉപയോഗിച്ചേക്കുന്നത് ഈ എയർലി വാർണിംഗ് സിസ്റ്റം അങ്ങനെയുള്ള സംഭവങ്ങൾക്കും ടെലികമ്മ്യൂണിക്കേഷൻ ആവശ്യത്തിനാണ് കൂടുതലും. പിന്നെ അത് ബോംബും അതും ഇതൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, ചില അണ്ടർ കവർ ഓപ്പറേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യമാണ്. പക്ഷേ ഡോമിനേറ്റ് ചെയ്യുന്നത് അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ് തന്നെയാണ്. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, റഡാർ സിസ്റ്റം, എയർലി വാർണിംഗ് സിസ്റ്റം, മറ്റുള്ള ശത്രുവിൻ്റെ റഡാറിൽ പെടാതെ പോവുക, സ്പീഡ്, ഇതൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റായിട്ട് അറിയാൻ സാധിച്ചത് 2021 ബാംഗ്ലൂരിൽ നടന്ന എയർ ഷോ ഉണ്ട്, ഏവിയേഷൻ ഷോ ഉണ്ട്, എല്ലാ വർഷവും നടക്കുന്നതാണ്. അപ്പം അതിനകത്ത് ലോക്ഹീഡ് മാർട്ടിൻ, അതായത് അമേരിക്കൻ ലോകത്തിലെ നമ്പർ 1 ആയിട്ടുള്ള യുദ്ധവിമാനങ്ങളും ചോപ്പറും ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം അവർ ഇന്ത്യക്ക് വേണ്ടി ഒരു സംഭവം ഡിസൈൻ ചെയ്തു. ഇന്ത്യയുടെ ഡെമോഗ്രഫി, കാരണം നമ്മുടെ ഹിമാലയൻ സൈഡ്, ലഡാക്ക് സൈഡ്, അപ്പം അതേപോലെ തന്നെ മരുഭൂമിയുടെ സംഭവം, ഇന്ത്യക്ക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ്. അപ്പം അതിന് അവർ പേരിട്ടേക്കുന്നത് F-21 എന്ന. മനസ്സിലാക്കുക, അത് ഇന്ത്യൻ എയർഫോഴ്സിലുള്ള ഇത് ട്രയൽ വരെ നമ്മൾ നടത്തി, ഭയങ്കര സക്സസ് ആയിരുന്നു ഈ സംഭവം. ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും ആരും പുറത്ത് വിട്ടിട്ടില്ല. ഒരു റിട്ടയർഡ് എയർഫോഴ്സിൻ്റെ ഒരു ഫൈറ്റർ പൈലറ്റ് ഈ പ്രോജക്റ്റുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഹൈദരാബാദിലാണ് ടാറ്റ ഏവിയേഷൻ അഡ്വാൻസ് സിസ്റ്റവുമായിട്ട്, കാരണം ടാറ്റയുമായിട്ടാണ് കൊളാബറേഷൻ, ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി. അപ്പം 2026 2ഓളം എയർക്രാഫ്റ്റ് അവർ ഇന്ത്യൻ എയർഫോഴ്സിന് കൊടുക്കാൻ പോവുകയാണ്. അതായത് ഫസ്റ്റ് ലോട്ട്. ഇപ്പോഴവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് വിങ്സ്, അതായത് ചിറകുകൾ. അപ്പോൾ അതുമായിട്ടുള്ള മാനുഫാക്ചറിങ് വളരെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റും അതിൻ്റെ സൈഡിലും മുഴുവനും അതിൻ്റെ ഇൻ്റലിജൻസ്, സെക്യൂരിറ്റി ഒക്കെ വളരെ ഭയങ്കര ടൈറ്റാണ്. അതായത് മനസ്സിലാക്കാൻ പോകേണ്ടത്, ഈ F-21 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് ഈ F-16 അഡ്വാൻസ്ഡ് സ്റ്റേജാണ്. അതായത് നമ്മുടെ ജനറേഷൻ്റെ പറയുവാണെങ്കിൽ 4.5 ജനറേഷൻ എന്നതിന് പറയുന്നത്. അതായത് F-21 ഇത് നമ്മൾ റഫേലുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ റഫേലിനേക്കാളും അഡ്വാൻസ്ഡ്. റഫേൽ 4.5 എന്നാണ് പറയുന്നത്. കാരണം ഇത് ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് സ്റ്റേജാണ്. അതിനേക്കാളും ഉപരി ഈ എയർലി വാർണിംഗ് സിസ്റ്റം അനുസരിച്ച് ഇത് അതിനേക്കാളും ശക്തമായ സ്റ്റെൽത്ത് പവറും ഭയങ്കര പവർഫുള്ളാണ് ഈ സംഭവം. അത് മനസ്സിലാക്കുക, ഇന്ത്യയുടെ എയർഫോഴ്സ് അമേരിക്കൻ എയർക്രാഫ്റ്റുകൾക്ക് അനുകൂലമായ ഫെസിലിറ്റീസ് ഇനി ഉണ്ടാക്കിയേ മതിയാവും. കാരണം ഏകദേശം 300 എയർക്രാഫ്റ്റാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇവരിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം 9 വർഷം കൊണ്ടാണ് ഈ 300 എയർക്രാഫ്റ്റ് ടാറ്റയും ലോക്ഹീഡ് മാർട്ടിനും ജോയിൻ്റ് ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്ത് ഇന്ത്യക്ക് കൊടുക്കുന്നത്. മനസ്സിലാക്കുന്ന അടുത്ത സംഭവമുണ്ട്. ഈ F-21 എയർക്രാഫ്റ്റ് അവർ ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഈ ലോകത്ത് ഏത് രാജ്യത്ത് ആർക്കാർക്ക് വേണമെങ്കിലും, ഇപ്പം നാറ്റോ രാജ്യങ്ങളാണെങ്കിൽ, അമേരിക്കൻ അലയൻസ് ആയിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങൾ, കാരണം അർമേനിയ ഓൾറെഡി ഓർഡർ ചെയ്ത് കഴിഞ്ഞു, അവർക്കെല്ലാം ഇന്ത്യയിലുണ്ടാക്കിയ ഫൈറ്റർ എയർക്രാഫ്റ്റായി F-21 ഹൈദരാബാദിൽ നിന്നാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇവർക്ക് ഓർഡർ ഏകദേശം 1800ഓളം ഓർഡർ ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് നമുക്ക് ഈ 300 എയർക്രാഫ്റ്റ് കിട്ടിയാൽ നമ്മൾ ചൈനയെ ചൂരിട്ടി മടക്കും. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പല ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചു.
ഈ എയർഫോഴ്സ് ഓഫീസർ വളരെ കൃത്യമായിട്ട് എന്നോട് ഒരു പറഞ്ഞു തന്നു, ചൈന നമ്മൾ ഓടിച്ചിട്ട് തല്ലുന്ന നാശമാക്കി കളയും. അപ്പം അത്രമാത്രം സ്റ്റെൽത്ത് പവറുള്ള 4.5 ജനറേഷനുള്ള എയർക്രാഫ്റ്റ് ഈ പറയുന്ന വിലയില്ല. കാരണം F-35 അത്രയും വിലയില്ല. ഈ റഫേലിൻ്റെ ആ വിലയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ വിലയുടെ അത്ര മാത്രമേ ഉള്ളൂ. വെപ്പൺസ് വെൽ ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതായത് മനസ്സിലാക്കി, ഇപ്പം നമുക്ക് പാകിസ്ഥാൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് ബോംബ് ചെയ്യണം. പാകിസ്ഥാൻ്റെ അകത്ത് കയറാതെ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് കറക്റ്റ് ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യും. അപ്പം അങ്ങനെ കേപ്പബിലിറ്റി ന്യൂക്ലിയർ വെപ്പൺസ് അത് ക്യാരി ചെയ്യാനും പറ്റും. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ കണ്ടീഷന് വേണ്ടി ലോക്ഹീഡ് മാർട്ടിൻ പ്രധാനമന്ത്രി മോദിയുമായിട്ടും അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ട് നടന്ന ഒരു ലോങ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ആ കമ്പനി ഈ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, അതായത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന ടെക്നോളജി മുഴുവനും ഈ ടാറ്റ കമ്പനിക്ക് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി, അത് HAL-ലൊക്കെ വെടിവീർന്നു പോകും. കാരണം ഇവിടെ ഹെലികോപ്റ്ററും അതും ഇതുമെല്ലാം ഇവിടെ തന്നെ ആയിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു റിപ്പോർട്ട് വരുന്നു, അതായത് റഫേലിൻ്റെ കാരണം റഫേൽ നമ്മൾ 36 3 സ്ക്വാഡ്രൺ വാങ്ങിക്കഴിഞ്ഞു. ഫർദറായിട്ട് റഫേലും മാനുഫാക്ചർ ചെയ്യുന്ന ഇവിടെ തന്നെ ഈ തെലങ്കാനയുമായിട്ട് ബന്ധപ്പെട്ട ഏറിയില്ല എന്ന് പറയുന്നു. കാരണം ഫർദർ നമ്മൾ എടുക്കുന്നുണ്ട് ഇതിനു വേണ്ടി, കാരണം നേവിക്ക് വേണ്ടി. അപ്പം നേവിക്ക് വേണ്ടി നേവിയുമായിട്ട് ഇന്ത്യൻ സീസൈഡിൽ എങ്ങനെ വേണം ആ രീതിയിലാണത് റീഡിസൈൻ ചെയ്യുന്നത്. ഈ F-21 പറ്റി നിങ്ങൾക്ക് ഗൂഗിളിലാണെങ്കിൽ വായിച്ചു നോക്കാം. അതായത് ലോക്ഹീഡ് മാർട്ടിൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അത് പ്രത്യേകം ഇന്ത്യൻ കണ്ടീഷനിൽ എങ്ങനെ അത്രമാത്രം പവർഫുൾ ആയിരിക്കണം, ഇന്ത്യൻ വെതറിൽ എത്രമാത്രം പവർഫുൾ ആയിരിക്കണം, ഇന്ത്യൻ ടെറൈൻ. കാരണം നമുക്ക് ഹിമാലയ, മരുഭൂമി, അങ്ങനെ പല രീതിയിലുള്ള ടെറൈനുണ്ട്. അവിടെ എത്രമാത്രം ശക്തമായിട്ട് ഇവൻ പോകും, അതുപോലെ എങ്ങനെ ചൈനയെ തുലയ്ക്കാൻ പറ്റും, അതാണ് നമ്പർ 1 പ്രയോറിറ്റി കൊടുത്തേക്കുന്നത്. അതാണ് ഇന്ത്യൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ചൈനയെ എങ്ങനെ തുലയ്ക്കാൻ പറ്റും, അതിനുവേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് F-21 ഞാൻ നേരത്തെ പറഞ്ഞു, F-16 അപ്ഗ്രേഡഡ് വേർഷനാണ് ഈ സാധനം. ഇന്ന് നിങ്ങൾക്കറിയാം, ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് F-35 ഇന്ത്യക്ക് തരാം. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, വരാൻ പോകുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം അമേരിക്ക കഴിഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ എയർഫോഴ്സിൻ്റെ പവർഫുൾ എയർഫോഴ്സായിട്ട് മാറും, ലോകത്തിലെ തന്നെ. അതായത് ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഒരു രാജ്യവും അമേരിക്ക കഴിഞ്ഞ് 2ാം സ്ഥാനം ഇന്ത്യക്കായിരിക്കും. ആ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത് ലോകത്തെല്ലാ രാജ്യങ്ങളും നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അതായത് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന എയർക്രാഫ്റ്റ്, അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയിരിക്കും വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നത്. ആ ഒരു സംഭവത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും അമേരിക്കൻ ഗവൺമെൻറ്റും ഈ ലോക്ഹീഡ് മാർട്ടിനും ടാറ്റയും ജോയിൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും ഇതിനെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ്. മറ്റു പല പ്രോജക്റ്റുകളും അവിടെ വരുന്നുണ്ട് ടാറ്റയുമായിട്ട് ചേർന്ന്. ഇതാണ് ഗവൺമെൻറ് ഈ സാധനം ഉണ്ടാക്കാൻ നിൽക്കരുത്. HAL-ഒക്കെ കംപ്ലീറ്റ് ഫെയിലിയർ ആണെന്ന് ഞാൻ പലപ്പോഴും പറയുമ്പോൾ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഇപ്പം ടാറ്റ അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും മിടുക്കന്മാരായിട്ട് ഇന്ത്യക്കാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് കൊണ്ടുവന്ന് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ബാംഗ്ലൂർ ഓഫീസുണ്ട്, പൂനെയിൽ ഓഫീസുണ്ട്, നാസിക്കിൽ ഓഫീസുണ്ട്. പലയിടത്തായിട്ട് അതിൻ്റെ റിസർച്ചും പരിപാടിയൊക്കെ നടക്കുന്നത്. എനിവേ വളരെ സന്തോഷപ്രദവും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ് 2026 ഇവർ 2 എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇത്ര കാലയളവിനുള്ളിൽ 300ഓളം എയർക്രാഫ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സിന് കൊടുക്കുന്നു. അതിനുശേഷം നേവിക്ക് വേണ്ടിയുള്ള എയർക്രാഫ്റ്റ്, അതേപോലെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയുള്ള ഹെലികോപ്റ്റേഴ്സ്, ഇതെല്ലാം ഇനി ഉണ്ടാക്കാൻ പോകുന്ന തെലങ്കാന ഹൈദരാബാദിലായിരിക്കും, ലോക്ഹീഡ് മാർട്ടിനുമായിട്ട് ചേർന്നായിരിക്കും. ഇന്ത്യയുടെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ആംഡ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സും സംഭവങ്ങളെല്ലാം അവിടുന്നാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ.
അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.